ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ കരിമ്പില്ലാതെ വീട്ടിൽ തന്നെ എങ്ങനെയാണ് കരിമ്പിൻ ജ്യൂസ് തയ്യാറാക്കുന്നതെന്ന്. അടിപൊളി ജ്യൂസാണ്. നമ്മൾ ഒറിജിനൽ കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ. ഈ ചൂടിന് ക്ഷീണം മാറാനും അതുപോലെ തന്നെ നമുക്ക് ദാഹം മാറാനും ശരീരം നന്നായിട്ട് തണുക്കാനും ഈ ജ്യൂസ് സൂപ്പറാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അസിഡിറ്റി, ഗ്യാസ്ട്രിക് ഉള്ളവർക്കൊക്കെ സൂപ്പറാണ് ഈ ജ്യൂസ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ജ്യൂസ് നിങ്ങൾ വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണേ. അത് കഴിഞ്ഞാൽ പിന്നെ എന്നും നിങ്ങൾ ഈ ജ്യൂസ് തന്നെ വീട്ടിൽ തയ്യാറാക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ്. അന്നേരം വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കരിമ്പില്ലാത്ത കരിമ്പിൻ ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഞാൻ ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ശർക്കരയാണ്. അപ്പോൾ ഒരു 2 ഗ്ലാസ് ജ്യൂസിനുള്ള അളവാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞു കൊടുത്ത ഇഞ്ചി ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു കുറച്ച് പുതിനയുടെ ഇല, നന്നായിട്ട് കഴുകിയ പുതിന ഇല കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. അരയ്ക്കാൻ നേരത്ത് ഒരുപാട് വെള്ളം ഒഴിച്ച് അരയ്ക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ച് വേണം അരയ്ക്കാൻ, അല്ലെങ്കിൽ ആ ഇഞ്ചി പുതിനയുടെ ഇലയൊക്കെ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയല്ല. ഇപ്പം കണ്ട ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചി പുതിനയുടെ ഇലയും ശർക്കരയൊക്കെ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, ഞാനിതൊരു കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർത്തു അരച്ച് കഴിഞ്ഞിട്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഒരു അരിപ്പ കൊണ്ട് അരിച്ചെടുക്കാം. ശർക്കരയുടെ പൊടി ചേർക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് നമുക്ക് അരിഞ്ഞ് കിട്ടും. ഇപ്പം അല്ലാത്ത ശർക്കരയാണെങ്കിൽ കുറച്ച് ശർക്കരയുടെ കഷ്ണങ്ങളൊക്കെ അതിലൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ പുതിനയും ഇഞ്ചിയുടെയൊക്കെ കുറച്ച് തരിതരിയൊക്കെ ഇതിലുണ്ടാവുമല്ലോ. അപ്പോൾ ഒന്ന് നല്ലതായിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇത് വെള്ളം ഒഴിച്ചൊന്ന് അരിച്ച് ഇതിലേക്ക് ഉള്ള പുതിനയുടെയും ജിഞ്ചറിൻ്റെയൊക്കെ ആ ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നല്ലോണം മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി വേറെ പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല മധുരത്തിന്. അപ്പം എത്രത്തോളം നമുക്ക് മധുരം വേണം അതിനനുസരിച്ച് നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കണം. പിന്നെ പുതിനയും ജിഞ്ചറും ഇഞ്ചിയും ഗ്യാസ്ട്രിക്കിനൊക്കെ നല്ലതാണ്. അതുപോലെ ഈ ചൂടത്ത് പുതിന ശരീരം തണുക്കാൻ നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അരിച്ചെടുത്ത് 2 ഗ്ലാസ് വെള്ളം ആക്കി ജ്യൂസ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീര് കൂടെ നമുക്കിതിലേക്ക് പിഴിഞ്ഞൊഴിക്കണം. അപ്പോൾ പകുതി നാരങ്ങ അല്ലെങ്കിൽ ഒരു നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ചാലും, ചെറിയ നാരങ്ങയാണെങ്കിൽ ഒരെണ്ണം പിഴിഞ്ഞൊഴിക്കാം, വലുതാണെങ്കിൽ പകുതി. ഞാനിപ്പോൾ ഒരു പകുതി നാരങ്ങയാണ് ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ഐസ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വെള്ളത്തിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സോഡ, പ്ലെയിൻ സോഡ ചേർത്ത് കൊടുത്താലും മതി. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ സോഡ ചേർത്താൽ. ഞാനിപ്പോൾ സോഡയൊന്നും ചേർത്തിട്ടില്ല, വെള്ളമാണ്, തണുത്ത വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. കുറച്ച് ഐസ് കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് സർവ് ചെയ്യാൻ നേരത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സബ്ജ സീഡ് കൂടെ ചേർത്തിട്ട് ഇത് സർവ് ചെയ്യാമെന്നാണ്. സബ്ജ സീഡ് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ തന്നെ വെള്ളം ചേർക്കാം അല്ലെങ്കിൽ സോഡ ചേർത്തിട്ട് നമുക്കിത് കുടിക്കാവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ കുറച്ച് ഐസൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സബ്ജ സീഡ് ഞാനൊരു അരമണിക്കൂർ മുന്നേ വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് വെച്ചിരുന്നു. അപ്പം ഇത് സർവ് ചെയ്യാൻ നേരത്ത് ഞാനൊരു ഗ്ലാസ്സിലേക്ക് ആദ്യം തന്നെ കുറച്ച് ഐസിൻ്റെ മുകളിലേക്ക് കുറച്ച് സബ്ജ സീഡും കൂടെ ഇട്ടിട്ടാണ് ഇപ്പം ഞങ്ങളിവിടെ കഴിക്കുന്നത്. സബ്ജ സീഡ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇല്ലാതെ തന്നെ നമുക്ക് കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ ഈ കരിമ്പിൻ ജ്യൂസ് മേടിച്ച് കുടിക്കുകയില്ലേ, സെയിം അതേ ടേസ്റ്റ് തന്നെ. വേറെ ഒന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല. ശർക്കരയും ഇഞ്ചിയും പുതിനയുടെ ഇലയും മാത്രം, പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടെ. നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാനായിട്ട്. അപ്പം നമ്മളിപ്പോൾ രാവിലെ ഒരു ആവശ്യത്തിനുള്ള ജ്യൂസ് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഒരു ദിവസത്തിൽ കൂടുതൽ ഇത് വെച്ചുകൊണ്ടിരിക്കരുത്. മാക്സിമം ഒരു ദിവസം മാത്രം നമുക്കിത് വെച്ചാൽ പിന്നെ പിറ്റേ ദിവസം വേണമെങ്കിൽ നമുക്ക് അടുത്ത ദിവസം വേറെ തയ്യാറാക്കിയാൽ മതി. അപ്പം നല്ല അടിപൊളിയായിട്ട് കരിമ്പില്ലാത്ത കരിമ്പിൻ ജ്യൂസ് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ പറയുവാണെങ്കിൽ ചിലപ്പോൾ ഇത് ഒറിജിനൽ നമ്മൾ കടയിൽ നിന്നൊക്കെ കുടിക്കുന്ന കരിമ്പിൻ ജ്യൂസ് തന്നെ മാറി നിൽക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ് ആ പുതിനയും ജിഞ്ചറും ശർക്കരയൊക്കെ ഇട്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണേ.